ഹലോ ഗേസ്, രാവിലെ തന്നെ പൊറാട്ടയും ചിക്കൻ കറിയും ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ചിട്ട് നേരെ വണ്ടി വിട്ടിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം ചേച്ചിയുടെ മോളും എൻ്റെ മോളും കൂടി കാണുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സന്തോഷ പ്രകടനമാണ് ഈ കാണുന്നത്. വീഡിയോ കോൾ ചെയ്യലുണ്ടിട്ടെന്നു, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത് വേറൊരു ഇതാണല്ലോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണ ഈ വഴിയിലൊക്കെ തന്നെ കച്ചവടക്കാർ നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഐസ്ക്രീമുകളും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. കമ്മലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ മിഠായി തെരുവിലേക്ക് വാങ്ങാൻ പോകുമ്പോഴാണ് ഇത്ര അധികം കാണാറ് കേട്ടോ. പക്ഷേ മിഠായി തെരുവിനെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് പ്രൈസ് കൂടുതലായിരുന്നു. ഇങ്ങനത്തെ പൊട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഈ പൊട്ടിനൊക്കെ 5 രൂപ 10 രൂപ ഒരു റേറ്റിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ വീടിന് മുന്നിൽ തന്നെ ഒരു അത്തിമരം ഉണ്ട് കേട്ടോ. അതിലൊരു ഊഞ്ഞാലുണ്ട്. ഈ അത്തി ഉപ്പേരിയൊക്കെ വയ്ക്കാൻ അവർ എടുക്കാറുണ്ട് കേട്ടോ. പഴുത്തിട്ട് അങ്ങനെ കിട്ടലില്ല. ചെന്നപ്പോൾ തന്നെ ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസ് കുടിച്ചിട്ടോ. പിന്നെ പൂരമായതുകൊണ്ട് ഞങ്ങൾ ഇറച്ചിയൊന്നും വാങ്ങിക്കലില്ല ഇവിടെ. അപ്പോൾ സദ്യയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു. സദ്യൻ്റെ അച്ഛനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് ഒരു പിസ്തേൻ്റെ ഐസ്ക്രീം കഴിച്ചിട്ടോ. മോന് അത്തിപ്പഴത്തിൻ്റെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ചേച്ചീൻ്റെയൊക്കെ വീട്. ഓരോരോ ദേശത്തെ വേലകൾ ഇങ്ങനെ വെള്ളമണിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞങ്ങളൊരു പാക്കറ്റ് കടല വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. കടലയൊക്കെ ഓരോ പൊതി ചൂടോടെയാണ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാളകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് വേലകളൊക്കെ. പിന്നെ ആ സമയം കൊണ്ട് ഒരു തണ്ണിമത്തൻ്റെ വെള്ളം വാങ്ങി കുടിച്ചു. ഇങ്ങനത്തെ കോളിഫ്ലവർ പൊരിച്ചതിനൊക്കെ 40 രൂപയുണ്ടായിരുന്നു കേട്ടോ ഒരു പ്ലേറ്റിന്. അപ്പോൾ ഞങ്ങൾ ആദ്യം അതൊന്ന് വാങ്ങിക്കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കുലുക്കി സർബത്ത് കുടിച്ചിട്ടോ. എന്താ പേരയ്ക്കോ അങ്ങനെ എന്തോ ആണ് കുലുക്കി സർബത്ത് ഉണ്ടായിരുന്നത്. കുടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ബജ്ജി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കായ ബജ്ജിയാണ്. ഇതൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു ഗ്ലാസ്സിട്ട് ചായ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോരോ തറകൾ ഇങ്ങനെ വരൽ തുടങ്ങിയിട്ടോ. ഇവിടെ ആന ഉണ്ടാവില്ല, ആന ഇല്ലാത്ത കാളപ്പൂരാണ് കേട്ടോ. അപ്പോൾ തറകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പൂരപ്പറമ്പാകുമ്പോൾ നമുക്ക് വേറൊരു വൈബാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവർ ആ തറകളിയൊക്കെ കാണാൻ കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അവിടുത്തെ പൂരം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. കാരണം പൂരപ്പറമ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ പറയും വീട്ടിലേക്ക് പോയിക്കോളാൻ. അപ്പോൾ ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് എത്തുന്ന അതേ സ്പീഡിൽ നേരെ വീട്ടിലേക്ക് നടക്കും. കാരണം അവിടെ ആനയൊക്കെ ഉള്ള പൂരമാണ് കേട്ടോ. വലിയ പൂരമാണ് ഉണ്ടാവാറ്. അത് കഴിഞ്ഞിട്ട് ഒരു പാക്കറ്റ് ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യണേ.